ഉണ്ടാക്കുന്നത് ഒരു തമിഴ് ഡിഷായ ചിക്കൻ ചിന്താമണിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ഡിഷാണിത്. ഈ ഡ്രൈ റോസ്റ്റ് ചിക്കൻ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചുവന്ന ഉള്ളിയാണ്, ചെറിയ ചുവന്ന ഉള്ളി. ഇതൊരു 10-40 എണ്ണം ഉണ്ടാവും. ഇത് ഞാൻ തൊലി കളഞ്ഞ് കഴുകി വെച്ചതാണ്. ഇതിനി നന്നായിട്ട് ചതച്ചിട്ട് വേണം ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഞാനൊരു ചെറിയ ഉരുളിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നന്നായി ചതക്കാൻ പോവാണ്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വേണമെങ്കിലും ചതച്ചെടുക്കാം. ഇത് ഞാൻ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലാണ് ചതക്കുന്നതെങ്കിൽ പേസ്റ്റ് ആവാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇത് ഞാൻ ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അതും ഇതിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതും കൂടി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അല്പം കൂടുതൽ ചേർത്തോളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. കൈകൊണ്ട് തന്നെ നല്ല ശക്തിയായിട്ട് തിരുമ്മി ഈ മസാലയും ഉള്ളിയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. നിങ്ങൾക്ക് ഇതിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പിയിൽ തമിഴ്നാട്ടിലൊക്കെ പൊതുവെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇതിവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിനെ അടച്ച് വെച്ച് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഈ മസാലയെല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാനൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ വെന്ത് പകുതിയാവുമ്പോൾ ചേർക്കാനുള്ളതാണ്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി വേറെ എണ്ണയൊന്നും ചേർക്കണ്ട. നമ്മൾ നേരത്തെ ചേർത്ത് വെളിച്ചെണ്ണ മാത്രം മതി. വേറെ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആ പാത്രത്തിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കരുത്. 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളവും ചിക്കനും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ 15 മിനിറ്റ് വേവിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഏകദേശം പകുതിയിലധികം തന്നെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ്റെയും കറിവേപ്പിലയുടെയും കുഞ്ഞുള്ളിയുടെയൊക്കെ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും കൂടി ചേർത്ത് വെച്ച് വീണ്ടും ഇത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കണം. ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുത്താൽ മതി. തക്കാളിയും കൂടി ചേർത്ത് നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ 10-15 മിനിറ്റ് വീണ്ടും വേവിക്കാം. ഇടയ്ക്ക് ഈ കറിയൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. വെള്ളം കുറഞ്ഞതുകൊണ്ട് അടിക്ക് പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് അടിക്ക് പിടിക്കില്ല. നമ്മൾ സാധാരണ മൺചട്ടിയിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ചിന്താമണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് അടുപ്പത്തു നിന്ന് മാറ്റി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചിക്കൻ ചിന്താമണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഈ കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.